കേസുകളുണ്ട്. ഓഫർ തട്ടിപ്പിൽ റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരെ പ്രതിയാക്കി 2 കേസുകൾ കൂടിയെടുത്തു. കോഴിക്കോട് ബാലുശ്ശേരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളിലാണ് 3-ാം പ്രതിയാക്കി കേസെടുത്തത്. കോഴിക്കോട് കാന്തപുരം മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷൻ, യങ്മെൻ സ്പോർട്സ് ട്രസ്റ്റ് എന്നിവർ പണം തട്ടിയ കേസിലാണ് നടപടി. അനന്തകൃഷ്ണനും ആനന്ദ് കുമാറുമാണ് 1ഉം 2ഉം പ്രതികൾ. മുഹമ്മദ് അസ്ലം കോഴിക്കോട് എന്ന വിവരങ്ങളുമായി. അസ്ലം, ഏതൊക്കെയാണ് ഈ കേസുകൾ? അതിന്റെ പശ്ചാത്തലമായ സംഗതികൾ എന്താണ്? നിഷാദ്, കോഴിക്കോട് ബാലുശ്ശേരി സ്റ്റേഷനിൽ 4 കേസുകളാണ് ഈ ഓഫർ തട്ടുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ 2 കേസുകളിൽ 3-ാം പ്രതിയാണ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ഇതിൽ ഒന്ന് പറയുന്നത് കാന്തപുരം കേന്ദ്രീകരിച്ച് നടത്തുന്ന യങ്മെൻ സ്പോർട്സ് ക്ലബ് എന്ന് പറഞ്ഞ സംഘടന സ്കൂട്ടർ നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് 25,71,550 പേരിൽ നിന്ന് ഈ യങ്മെൻ സ്പോർട്സ് ക്ലബ്ബ് പണം ശേഖരിച്ചിരുന്നു. അതിലാണ് 3-ാം പ്രതിയായി രാമചന്ദ്രൻ നായരെ അഡ്വൈസറി ചെയർമാൻ NGO കോൺഫെഡറേഷന്റെ അഡ്വൈസറി ചെയർമാൻ എന്ന തരത്തിൽ 3-ാം പ്രതി ഉയർത്തിയിരിക്കുന്നത്. അതിൽ 1-ാം പ്രതി അനന്തകുമാറാണ്, 2ാമത്തത് അനന്തകൃഷ്ണനാണ്. സമാനമായി തന്നെ മറ്റൊരു കേസിൽ 1,88,00,000 രൂപ കളക്ട് ചെയ്തു എന്ന് പറഞ്ഞ പേരിൽ കാന്തപുരം തന്നെ കേന്ദ്രീകരിച്ചുള്ള മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ സംഘടന വ്യത്യസ്ത സാധനങ്ങൾ സ്കൂട്ടറും മറ്റുമൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് 1,88,80,000 എന്ന് പറയുന്ന പണം കട്ടിയതിന്റെ പേരിലാണ്. ആ കേസിലും CN രാമചന്ദ്രൻ നായർ 3ാമത്തെ പ്രതിയാണ്. അഡ്വൈസറി ചെയർമാൻ NGO കോൺഫെഡറേഷൻ എന്നുള്ളതാണ് അതിലും പ്രതികരിക്കുന്നത്. അതിലും 1ാമത്തെ പ്രതി എന്ന് പറയുന്നത് അനന്തകുമാറാണ്, 2ാമത്തെ പ്രതി അനന്തകൃഷ്ണനാണ്. അതായത് ഈ NGO കോൺഫെഡറേഷന്റെ ഒരു ആഭിമുഖ്യത്തിലാണ് ഇവിടുത്തെ ഈ മുദ്ര ഫൗണ്ടേഷനും അതോടൊപ്പം തന്നെ യങ്മെൻ സ്പോർട്സ് ക്ലബ്ബും ഈ പിരിവ് നടത്തിയത്, അല്ലെങ്കിൽ ഈ ഓഫർ പറഞ്ഞുകൊണ്ട് ആൾക്കാരുടെ നിന്നും പണം വാങ്ങിയത്. അതുകൊണ്ട് തന്നെ അതിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ 3-ാം പ്രതിയാക്കി തന്നെയാണ് 2 കേസും രജിസ്റ്റർ ചെയ്യുന്നത്. ഇത് കൂടാതെ മറ്റ് 2 കേസുകൾ കൂടി ബാലുശ്ശേരി പോലീസ് എടുത്തിട്ടുണ്ട്. ഒന്ന് 125 പേരിൽ നിന്നും സ്കൂട്ടർ നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് 64,000 രൂപ വാങ്ങിയ കേസിലാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കേസ് എന്ന് പറയുന്നത് ഉണ്ണികുളം സ്ഥലത്ത് നടത്തിയ മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്തായാലും 4 കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. അതിൽ 2 കേസിൽ റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ 3-ാം പ്രതിയാണെന്നുള്ളതാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട പുതിയ വിവരം.